പദവിയോ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? ഇത് ഇതിൻ്റെ തന്തനാണ്, ഇതെൻ്റെ തന്തല്ല എന്ന് വരെ വേണമെങ്കിൽ ആ സാധനം പറയൂലേ. ആ ഒരു വാല്യൂ ഒന്നും ഒരു റിലേഷൻഷിപ്പൊക്കെ അത് അത്രയേ ഉള്ളൂ എന്നൊക്കെ ലെവലിലാക്കിയിരിക്കുന്ന ഈ സ്ത്രീ ഈ മുല്ലപ്പൂവിന് വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാരൊക്കെ പറഞ്ഞ് പോകുന്ന ആളുകളിൽ ഒന്ന് രണ്ട് ഡയലോഗ് അടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞാനങ്ങനെ പറയുമ്പോൾ എൻ്റെ അടുത്ത് ദേഷ്യമോ വിഷമോ വെറുപ്പോ വൈരാഗ്യം ഒന്നും തോന്നിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. പല ആളുകൾ അവർക്ക് തോന്നിയ ഇഷ്ടത്തിലൊക്കെ പല രീതിയിലും പറഞ്ഞു പോകുന്നുണ്ട്. അത് എന്നെ ഞാൻ എന്നുള്ള വ്യക്തിനെ പറയുമ്പം വലിയ പ്രശ്നമോ അല്ലെങ്കിൽ എനിക്ക് ഈ രീതിയിൽ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഇതെൻ്റെ വീട്ടിലുള്ള ആളുകളും സ്ത്രീകളെയും ആ രീതിയിലൊക്കെ അങ്ങനെ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ സ്ത്രീനോട് കമ്പയർ ചെയ്ത് പല രീതിയിൽ ഉപമിച്ചും അതല്ലെങ്കിൽ ഉദാഹരണങ്ങൾ പറയും. എൻ്റെ വീട്ടിലൊക്കെ സ്ത്രീകൾ അങ്ങനെ ആണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലെ സ്ത്രീകൾ ഇങ്ങനെയാണോ എന്നും. എടാ, എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ വീട്ടിലുള്ള സ്ത്രീകൾ ഒരിക്കലും ഈ തറ അല്ലെങ്കിൽ ഈ ഒരുമാതിരി കോപ്രായം കയപ്പ് കാമം അല്ല ആ ഒരു രീതിയിലൊക്കെ കളിക്കുന്ന ഈ ജാസ്മിനെ പോലെ അല്ല എൻ്റെ വീട്ടുകാർ. എല്ലാവരും ചോദിക്കുക അവൾ എന്ത് കയപ്പാണ് കാണിച്ചത്, അവൾ എന്ത് കാമാണ് കാണിച്ചിട്ടുള്ളത്. കാമല്ല, അതിലൊക്കെ അതിനെക്കാട്ടിയൊക്കെ അത് കാമം ഒരു വൃത്തികെട്ട ഏർപ്പാടൊന്നും ഞാൻ പറയുന്നില്ല. അതിനെക്കാട്ടി തരം താന്നെന്തെങ്കിലുമൊക്കെ ഈ ഒരു ഫീലിങ്സിൽ ഇപ്പം നമുക്കൊരാളുടെ അടുത്ത് വെറുതെ അനാവശ്യമായിട്ട് ഈ സ്നേഹമോ അല്ലെങ്കിൽ ഇഷ്ടമോ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ അടുത്ത് നമുക്ക് വെറും കാമം മാത്രം തോന്നുകയാണെങ്കിൽ അത് വെറും ചീപ്പ് കാമാണ്. അല്ലാതെ പ്രേമത്തിൻ്റെ ഒപ്പം ഉണ്ടാവുന്ന കാമം അങ്ങനെ അതൊക്കെ വേറൊരു ലെവലാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ സ്ത്രീ ചെയ്ത് കൂട്ടുന്നതോ അതല്ലെങ്കിൽ സംസാരിക്കുന്നതോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും കഴമ്പോ അല്ലെങ്കിൽ അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഒന്നുമില്ല. ഇവള് ചെയ്ത അല്ലെങ്കിൽ ഈ ജാസ്മിൻ ഇത്രത്തോളം ഈ രീതിയിൽ ആളുകൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്താ പറയുക ആ ഒരു രീതിയിൽ ഭയങ്കര ഭാഷകളും ഒക്കെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ തന്നെ ഉള്ളൂ എന്നാണ്. അത് ഒരു പൊങ്ങച്ചോ ഞാൻ വലിയൊരു സംഭവമായിട്ടോ ഒന്നും പറയണതല്ല. അത് എനിക്ക് തന്നെ അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമുണ്ട്. സത്യത്തിൽ അത്രയൊന്നും പറഞ്ഞാൽ പോരാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ എന്താ പറയുക ഒരുമാതിരി ഒരുത്തന് പുറത്ത് വാക്ക് കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയോ പോയി കണ്ട് ആർക്കോ വേണ്ടി ഇമ്മാതിരി പരിപാടികൾ ചെയ്തു കൂട്ടുക. അത് ചെയ്തോട്ടെ, കുഴപ്പമില്ല. ഇങ്ങനെ ഒരാളുമായിട്ട് ഇങ്ങനെ ഒരു ബന്ധത്തിലല്ലെങ്കിൽ അതല്ലെങ്കിൽ ഈ ഒരാളുടെ പേരും അയാളുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ പോയി അത് റിവീൽ ചെയ്യാതൊക്കെ ഇരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോൾ ആ ചങ്ങാതിൻ്റെ അവസ്ഥ എന്താ? അവൻ്റെ വീട്ടുകാരുടെ ഇടയിൽ അവൻ ആരായി? അവൻ്റെ നാട്ടിൽ അവനെ ഇറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? അവനൊരുമാതിരി കോമാളിയായി പോയിട്ടൊരു അവസ്ഥയിലല്ലേ ഇപ്പം ഉണ്ടാവുന്നത്. ആ ചങ്ങാതിൻ്റെ അവസ്ഥനെ കുറിച്ച് ആരെങ്കിലും ഒന്ന് സങ്കല്പിച്ചേക്ക് നോക്കുന്നുണ്ട് ഇവിടെ. ഈ ജാസ്മിനെ താങ്ങിയെടുക്കുന്ന ആളുകൾ, എൻ്റെ വീട്ടിലുള്ള ആളുകളൊക്കെ പല ഉപമകളും വെച്ച് പറയുന്ന അതിനെ കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, അവിടെ എൻ്റെയൊക്കെ വീട്ടിലുള്ള എൻ്റെയൊക്കെ തന്തമാരും തള്ളമാരും എന്നെയൊക്കെ വളർത്തിയ അല്ലെങ്കിൽ എന്നൊക്കെ എന്താ പറയുക എന്നൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ശൈലിയും രീതികളൊക്കെ ഈ ജാസ്മിനെ പോലുള്ള ആ ഒരു രീതിയിലാണോ? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഓക്കെ ഇനിയിപ്പോൾ നമുക്ക് വേറെയുള്ള ആളുമായിട്ടൊരു ബന്ധം വേണ്ട, അല്ലെങ്കിൽ ഇവിടെ ഇതാണ് എൻ്റെ കാര്യം എന്നൊക്കെ വിചാരിച്ചാണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചോളം അയാളുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിന് അത്രയും വലിയ വാല്യൂ കൊടുക്കുന്നതാണ്. ആ ഒരു വാല്യൂ ഒന്നും ഒരു റിലേഷൻഷിപ്പൊക്കെ അത് അത്രയേ ഉള്ളൂ എന്നൊക്കെ ലെവലിലാക്കിയിരിക്കുന്ന ഈ സ്ത്രീ എന്തും ചെയ്യില്ല. അപ്പോൾ എന്തെങ്കിലും പൈസ കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല, എന്ത് വേണമെങ്കിലും ചെയ്യുന്നൊരു സ്ത്രീ ആയിരിക്കില്ല. ഒരു ലേശം പൈസ അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രശസ്തിയോ പദവിയോ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ? ഇത് ഇതിൻ്റെ തന്തനാണ്, ഇതെൻ്റെ തന്തല്ല എന്ന് വരെ വേണമെങ്കിൽ ആ സാധനം പറയൂലേ. അങ്ങനെയൊക്കെ ഉള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതല്ലെങ്കിൽ ഇത്ര ഒരുമാതിരി തരംതാന്നും കണ്ട് ഇങ്ങനെ ഒരു ചങ്ങാതിക്ക് വാക്ക് കൊടുത്തും കണ്ട് ഇതെന്തിനു വേണ്ടിയിട്ട്? അല്ലെങ്കിൽ ഇനി ആ ചങ്ങായിനെ ചീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ ചങ്ങായിൻ്റെ ലൈഫ് അത് എന്താ പറയുക അത് ഏതെങ്കിലും രീതിയിൽ വഷളാക്കി ഒരു തരത്തിൽ ആ ചങ്ങാതിക്ക് ഒരു സന്തോഷം സമാധാനം അല്ലെങ്കിൽ അയാളുടെ ജീവിതം തന്നെ ഇല്ലാണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു അങ്ങനെയും തോന്നുന്നുണ്ട്. ഇതെന്തോ ഒരു പ്ലാനിങ് ആണ്. ഞാൻ ഈ ഒരു രീതിയിലൊക്കെ അവളെ പറഞ്ഞുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ്. ഇവളുടെ കയപ്പോ കാമോ കട്ടിയോ ഈ ഒരുമാതിരി കന്യമാസത്തിലെ പട്ടിനെ പോലെയൊക്കെ കളിക്കുന്ന കളികളൊക്കെ അവൾ കളിച്ചോട്ടെ, എനിക്ക് അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഇതുപോലെ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടും കണ്ട് ഒരു മനുഷ്യൻ, ഒരു യുവാവ് എന്നുള്ളതൊരു ഉപരി ഒരു മനുഷ്യനാണ് ആ ചങ്ങാതിൻ്റെ ലൈഫ് അത്രയും കോഞ്ഞാട്ടാക്കിയിട്ടുള്ള ഈ സ്ത്രീനെ ഇത്ര ഇങ്ങനെയൊക്കെ പറയണോ? നിങ്ങൾക്ക് അവളെ താങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താങ്ങി നടന്നോ? അതിനെന്നെ വന്ന് തെറി പറഞ്ഞാൽ അതേപോലെ തന്നെ ആ നാണയത്തിൻ്റെ മറുവശത്തിൽ കിറ്റിലാക്കിയിട്ട് കിട്ടും. എനിക്കൊന്നും താങ്ങൂല ഞാൻ പറയാൻ പോകണേ ആ രീതിയിലൊക്കെ എന്തെങ്കിലും പറയേണ്ട തന്തേക്കും തള്ളേക്കൊക്കെ പറഞ്ഞ് ഒരുമാതിരി ആ വർത്തമാനം പറഞ്ഞാൽ എനിക്ക് ഞാൻ തരുന്ന മറുപടി ഒന്നും എനിക്ക് താങ്ങൂല. അവിടെ കിടന്ന് മോങ്ങേണ്ടി വരും. ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ.
ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീട്ടിലെ ആളുകളൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതിനു മുമ്പ് മഞ്ചേരി അനീഷ് എന്ന് പറഞ്ഞാണ്ട് ഒരുത്തൻ എന്തൊക്കെ വന്നിട്ട് നെട്ടിച്ചിട്ട് അനീഷ് ഞാനാണെങ്കിൽ ഇറങ്ങടാ, എനിക്ക് എൻ്റെ അടുത്ത് അതേ പറയാനുള്ളൂ. എന്നെ പോലെയുള്ള ആളുകളടുത്ത് അതേ പറയാനുള്ളൂ. അതല്ലാതെ വെറുതെ വല്ലതും ഒന്ന് പറഞ്ഞ് കരഞ്ഞ് മെഴുകി ഒലിപ്പിച്ച് നടന്നിട്ടൊന്നും കാര്യമില്ല. എന്താണോ ന്യായം, നീതി, അതല്ലെങ്കിൽ എന്താണോ സത്യം, ആത്മാർത്ഥത, അതിൻ്റെ പക്ഷത്ത് നിൽക്കുക, മനുഷ്യൻ നിഷ്പക്ഷനാവുക. അതാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്. അതല്ലാതെ വെറുതെ ഒരു കയപ്പിനൊക്കെ കൂട്ടി നിന്നങ്ങാണ്ട് ഒരുമാതിരി എന്തപ്പോൾ പറയും, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ ഭയങ്കര മോശമായ സംസാരമാണ്, അങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല, നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പാടുണ്ട്, ഒരു സ്ത്രീനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല. യഥാർത്ഥ സ്ത്രീയാണ് ഇങ്ങനെ പറയൂലടോ. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ എന്താണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ വീട്ടിലുണ്ട് സ്ത്രീകൾ, എൻ്റെ അയൽവക്കത്ത് സ്ത്രീകളുണ്ട്. ഇല്ല, അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ സാധനത്തിന് സ്ത്രീ എന്ന് പറയും, ഈ ജാസ്മിൻ എന്ന് പറയുന്ന ഈ സ്ത്രീനെ ഒരു സ്ത്രീ എന്നെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത്. ഒന്നും വേണ്ട, ഇവൾ ചെയ്ത് കൊടുക്കുന്ന ഗെയിംസോ കാര്യങ്ങളൊന്നും ആരും ഒന്നും പറയുന്നില്ല. ഇവൾ ഈ ചെയ്തിട്ടുള്ള ഈ ഒരു പ്രവൃത്തി, ഒരൊറ്റ പ്രവൃത്തി അതുപോലെ യഥാർത്ഥത്തിൽ ഒരു സ്ത്രീത്വത്തിന്, അതല്ലെങ്കിൽ സ്ത്രീ സമൂഹത്തിനെ തന്നെ ഒരുമാതിരി ഒരു മറ്റേതാക്കുന്ന ഒരു തരം പരിപാടിയല്ലേ ഇത്. അതിനെതിരെ എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ അവരെ പറഞ്ഞ് മറ്റേത് ഒലിപ്പിച്ച് തെറി പറഞ്ഞ് ഒരുമാതിരി കാഷ്ടിച്ചെറിയുന്ന ആ ഒരു സംസാരിച്ചിട്ട് കാര്യമില്ല. അതിലൊരു കാര്യമില്ല. എൻ്റെ അടുത്ത് ഏത് രീതിയിലാണോ സംസാരിക്കുന്നത് അതേ രീതിയിൽ ഞാനും പറയും കേട്ടോ. ഇനി ഇയാളെന്താ ഇങ്ങനെ ഇൻ്റെയൊക്കെ വായിൽ വരുന്ന സാധനം, എൻ്റെ ചിന്തയിൽ ഉദിക്കുന്ന സാധനം ഈ ടെക്സ്റ്റ് ചെയ്ത് കണ്ട് എൻ്റെ കമൻറ്റ് ബോക്സിലിടുമ്പം ഞാനത് പറയും. അതല്ലാതെ എൻ്റെ ഒഴുക്കിനനുസരിച്ചിട്ട് നീന്താനോ ഒഴുകാനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഏതെങ്കിലും താളത്തിനൊത്തിട്ട് കൊട്ടാനോ മദ്ദളം കൊട്ടാനോ ഒന്നും എനിക്ക് കഴിയൂല. ഞാൻ എന്താണോ അങ്ങനെയാണ് ഞാൻ. അതല്ലാതെ എൻ്റെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ജാസ്മിനെ വെച്ചുകൊണ്ട് റീച്ച് ഉണ്ടാക്കുകയാണ്, കണ്ടൻറ് ഉണ്ടാക്കുകയാണ്, അരി ഉണ്ടാക്കുകയാണ്. കേട്ടോ, ലേശം ഉളുപ്പാണ് നിങ്ങൾക്ക്. ഒരു ഇത്തിരി ഉളുപ്പോട് കൂടെ ചിന്തിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എനിക്ക് വെളുപ്പിച്ചാൽ പോരെ, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് നല്ല രീതിയിൽ വെളുപ്പിച്ചാൽ പോരെ. അതൊന്നും ആരും ചെയ്യുന്നില്ല ഇവിടെ. സത്യത്തിൽ ഇതിനൊന്നും ആർക്കും യഥാർത്ഥത്തിലൊരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്കൊന്നും പറയാൻ പറ്റൂല. പിന്നെ വേറെ കുറേ ആളുകൾ ഒന്ന് പറഞ്ഞ് കരയണത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ത്രീയല്ലേ, ഞാൻ ആരുടെയും ഫാനല്ല, പക്ഷെ ഒരു സ്ത്രീനെ എങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ രീതിയിലുള്ള ആ ഈണത്തിലുള്ള കരച്ചിലാണ് ചില ആളുകൾ കരയണത്. എങ്ങനെ വേണമെങ്കിലും കരയാം, പക്ഷെ അങ്ങനെ വന്ന് കരഞ്ഞാൽ സ്ത്രീകളുടെ അടുത്ത് എനിക്ക് ചോദിക്കാനുള്ള ഒന്ന് മാത്രമേ ഉള്ളൂ, ഇല്ലെങ്കിൽ ഈ ജാസ്മിനെ പോലുള്ള ഒരു സ്ത്രീയാണോ ഇനിയൊക്കെ ഏതെങ്കിലും ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പം, അതല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സാഹചര്യ അവസ്ഥ ഉണ്ടാകുമ്പം സ്വന്തം കെട്ടിയവനെയും രക്തത്തിനൊക്കെ മറന്നങ്ങാണ്ട് അത് ഇനി നമ്മൾ അവരായിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇതുപോലെ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏതൊരു യൂണിവേഴ്സിലാണ്, ഇനി ഭൂമിയിലുള്ള ഗ്രാമവാസീസിൻ്റെ അടുത്തൊന്നും നമുക്ക് യാതൊരു വിധത്തിലുള്ള ബന്ധമോ പരിചയമോ ഇല്ല. അതൊക്കെ വെറും മൂളകൾ എന്നുള്ളൊരു കാഴ്ചപ്പാടാണടി നിങ്ങൾക്കൊക്കെ. സ്ത്രീയാണ് പോലും. സ്ത്രീകളെന്താന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാം. ഞാൻ ഈ ഭൂമിയിൽ ശ്വസിക്കാനും അതല്ലെങ്കിൽ ഈ ഭൂമി ഞാൻ ഇപ്പം ഇവിടെ ജീവിക്കാനും ഈ കാര്യം പറയാനൊക്കെ കാരണം ഒരു സ്ത്രീയാണ്. അതെനിക്കറിയാം. അപ്പോൾ എല്ലാത്തിനും കാരണക്കാരായിട്ടുള്ള ഒരു സ്ത്രീ തന്നെ. അപ്പോൾ ഇതിനെ സ്ത്രീ എന്ന് പറഞ്ഞാൽ അങ്ങനെ ശാസ്ത്രീകരിക്കാൻ നിൽക്കണ്ട ആരും.